യുദ്ധത്തിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിലും വരാനിരിക്കുന്ന ആഗമന ക്രിസ്മസ് കാലം കൂടുതൽ മനോഹരമാക്കാൻ വിശുദ്ധ നാട് ഒരുങ്ങുന്നു. ക്രിസ്തീയ പ്രത്യാശയുടെ പരസ്യമായ അടയാളങ്ങൾ നൽകിക്കൊണ്ട് ക്രിസ്മസ് ആചരിക്കുവാൻ വിശുദ്ധ നാട്ടിലെ ക്രൈസ്തവരോട് ആഹ്വാനം ചെയ്തിരിക്കുകയാണ് ജെറുസലേമിലെ ലാറ്റിൻ പാത്രിയാർക്കേറ്റ്. ആഗമന ക്രിസ്മസ് കാലം പൂർണ്ണമായി അനുസ്മരിക്കാൻ ഞങ്ങൾ വിവിധ സഭകളെയും ആളുകളെയും പ്രോത്സാഹിപ്പിക്കുകയാണ്. നമ്മുടെ പ്രദേശത്തെ ദശലക്ഷക്കണക്കിന് ആളുകൾ സഹിക്കുന്ന കഠിനമായ കഷ്ടതകളുടെ സാഹചര്യം പരിഗണിച്ച് ദയയും ദാനധർമ്മങ്ങളും കൊണ്ട് അവരെ സമീപിക്കണമെന്നും പാത്രിയാർക്കേറ്റ് ആഹ്വാനം നൽകി. നമ്മുടെ പ്രാർത്ഥനകളിൽ അവരെ തുടർച്ചയായി ഉയർത്തിപ്പിടിക്കുക. ദയയും ദാനധർമ്മങ്ങളും കൊണ്ട് അവരെ സമീപിക്കുക. ക്രിസ്തു നമ്മെ ഓരോരുത്തരെയും സ്വാഗതം ചെയ്തതുപോലെ അവരെ സ്വാഗതം ചെയ്യുക. നമ്മുടെ പ്രദേശത്തെ ഇപ്പോഴത്തേതിന് സമാനമായ ഇരുണ്ട കാലത്തിനിടയിൽ ക്രിസ്തുവിന്റെ ജനനത്തെക്കുറിച്ചുള്ള സന്തോഷ വാർത്ത മാലാഖമാർ ഇടയന്മാരോട് അറിയിക്കുകയായിരുന്നു. കർത്താവിന്റെ ജനനം ലോകത്തിന് ദൈവിക പ്രത്യാശയുടെയും സമാധാനത്തിന്റെയും സന്ദേശമാണെന്നും പാത്രിയാർക്കേറ്റ് പ്രസ്താവനയിൽ അനുസ്മരിച്ചു. കഴിഞ്ഞ വർഷം പൊട്ടിപ്പുറപ്പെട്ട യുദ്ധത്തിൽ ദുരിതമനുഭവിക്കുന്ന ജനക്കൂട്ടത്തോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നതിന്റെ ഭാഗമായി ക്രിസ്തുമസിനോടനുബന്ധിച്ച വിശുദ്ധ നാട്ടിലെ അലങ്കാരങ്ങൾ, ബന്ധപ്പെട്ട ആഘോഷങ്ങൾ ഇവ റദ്ദാക്കുവാൻ ജെറുസലേമിലെ വിവിധ ക്രൈസ്തവ സഭകൾ സംയുക്ത തീരുമാനമെടുത്തിരുന്നു. ഇതിൽ നിന്ന് വ്യത്യസ്തമാണ് ഇത്തവണത്തെ തീരുമാനം. യുദ്ധം അവസാനിക്കുന്നതിനുള്ള വഴികൾ ഇപ്പോഴും തുറക്കപ്പെട്ടിട്ടില്ല എന്നും എന്നാൽ പ്രത്യാശ ഒരിക്കലും കൈവിട്ടിട്ടില്ല എന്നും ജെറുസലേമിലെ പാത്രിയാർക്കീസ് കർദിനാൾ പിയർ ബാറ്റിസ്റ്റ പിസബെല്ല അടുത്തിടെ പറഞ്ഞിരുന്നു.